ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആദ്യം തന്നെ ഒരു ഇൻഫർമേഷൻ തരാം. നാളെ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് വൈൽഡ് കാർഡ് എൻട്രീസ് കയറാണ്. അതും ഒന്നും രണ്ടും ഒന്നും അല്ല, 7 പേര് കയറുന്നുണ്ട് എന്നുള്ളതാണ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് പൊളിക്കും അല്ലെ. 7 പേര് കയറി കഴിഞ്ഞാൽ അവിടെ കുറെ 7 കൂടുതൽ ആളുകൾക്കിട്ടുള്ള പണി, 7ന്റെ പണി തന്നെ കിട്ടും. ഞാൻ കണ്ടിടത്തോളം തമിഴ് ബിഗ് ബോസിലൊക്കെ 5ഓളം പേര് ഒറ്റ സ്ട്രെച്ചിൽ കയറിയിട്ടുണ്ട്. അപ്പം അവിടെ ഒരു ബഹളം തന്നെ സൃഷ്ടിക്കാൻ ഈ വരുന്നവര് മതി. ഇവിടെ സേഫ് ആയിട്ട് നിൽക്കുന്നവരും രാജാവ് ആകാൻ വേണ്ടി ശ്രമിക്കുന്നവരും കള്ളക്കണ്ണീരൊഴുക്കി നിൽക്കുന്നവരും ഡ്രാമ കളിക്കുന്നവരും ഒക്കെ പെടും എന്നർത്ഥം. അപ്പൊ 7 പേരില്ലെങ്കിലും ഉറപ്പായും 5 പേര് നാളെ ഉള്ളിൽ കയറിയിരിക്കും. അപ്പോ പുതിയ കുറച്ച് ഗെയിംസ് കാണാൻ ത്രില്ഡ് ആയിട്ടിരിക്കുകയാണ്. രസം തന്നെ ആയിരിക്കും. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഷാനവാസിനിട്ടുള്ള ഒരു പണി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഷാനവാസിന് പുറത്ത് അത്രയ്ക്ക് രസകരമല്ലാത്ത ആരൊക്കെയോ അകത്ത് വരുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെയുള്ള മിക്ക ആളുകൾക്കുള്ള പണി കൊണ്ടാണ് പുറത്ത് നാളെ വരുന്നത്. എങ്കിൽ അടുത്ത ദിവസം മുതൽ സീസൺ 1 കലങ്ങി മാറി രസമായിരിക്കും കാണാനായിട്ട്. ഇത്രയും പേരെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിർത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ എന്തായാലും എലിമിനേഷൻ വേണം. 2 പേരെങ്കിലും പുറത്തു പോകണം അല്ലെ. 2 പേരെന്തായാലും പുറത്തു പോകുന്നതാണ് എന്റെ ഒരു കാൽക്കുലേഷൻ. ലാലേട്ടൻ എപ്പിസോഡ് അല്ല, ലാലേട്ടൻ ഈ ആഴ്ച വരില്ല എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോ ലാലേട്ടൻ എപ്പിസോഡ് അല്ലാത്തത് കൊണ്ട് എലിമിനേഷൻ പ്രോസസ്സ് മാറ്റിവെക്കോ എന്നുള്ളത് അറിയില്ല. മാറ്റിവെക്കില്ല. എലിമിനേഷൻ ഉണ്ടെങ്കിൽ 2 പേര് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അൺഒഫീഷ്യൽ പോളുകളിലൊക്കെ 3 പേർക്ക് വളരെ വോട്ട് കുറവാണ്. ആര്യൻ, രേണു സുധി, ഒനീൽ, ഈ 3 പേർക്കും വോട്ടിങ് വളരെ കുറവാണ്. അൺഒഫീഷ്യൽ പോളുകളുടെ കാര്യമാണ് പറയുന്നത്, ഹോട്ട്സ്റ്റാർ വോട്ടിന്റെ കാര്യമല്ല. ഇവർക്ക് വോട്ട് കുറവാണ്. ഇതിലിപ്പോ ആര്യനും നമ്മളെ ഒനീലും എന്ന് പറയുകയാണെങ്കിൽ ചൊറിഞ്ഞ് വോട്ട് കുറവ് കിട്ടിയവരാണെങ്കിൽ, രേണു സുധി പാവം അവിടെ ഗെയിമേ കളിക്കുന്നില്ല, വെറുതെ ഇരിക്കുകയാണ്. ആ പാവത്തിന് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്? പുറത്താക്കുക, അവർ പുറത്തു പോയത് ശ്വാസം വിടട്ടെ. അപ്പൊ രേണുസുധിയെ ഔട്ടാക്കിയാൽ രേണുസുധിക്കും രേണുസുധിയുടെ ഫാമിലിക്കും ഒരു സന്തോഷമാവും. അത് നിങ്ങളൊന്ന് ചെയ്തു കൊടുക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതുപോലെ ആര്യനും ഒനീലിലും ആര് പോകണമെന്ന് ചോദിച്ചാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ആര്യൻ പോയാൽ മതി എന്നാണ്. ഒന്ന്, ലാലേട്ടനെ കളിയാക്കിയിട്ട് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. പിന്നെ ആര്യനെ പൊതുവേ ആര്യൻ വായ തുറന്നു കഴിയുമ്പോഴേക്കും ദേഷ്യം വരിക. ഒരു സംസാര രീതി മലയാളം ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം. ആര്യൻ ഹാഫ് മലയാളിയാണല്ലോ, അപ്പൊ അതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ എന്തോ ആര്യന്റെ സംസാര രീതി ഒട്ടും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ആര്യം പൊക്കോട്ടെ, പാവം അല്ലെ. ആര്യം പുറത്തു പോയി വീഡിയോസ് ഒക്കെ കണ്ട് മനസ്സിലാക്കട്ടെ എന്താണ് നടന്നിട്ടുള്ളതെന്ന്. അതല്ലേ നല്ലത്. ഒനീലാവുമ്പോ ആരനെ എന്തെങ്കിലും ചൊറിഞ്ഞോളും. അപ്പൊ അങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. പക്ഷേ അൺഒഫീഷ്യൽ പോളുകളില് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളുകളില് ആദില നൂറയാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇവരെ സ്പ്ലിറ്റ് ചെയ്തല്ലോ. ആദില വേറെ, നൂറ വേറെയാണെന്ന് പറഞ്ഞു. അതിനു മുമ്പേ അവർ ഗെയിം ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞിരുന്നു അക്ബറിന്റെ ആ ഒരു കേസില് അവർ ഫയർ കയറിയിട്ടുണ്ട്, അവർ ഒറ്റപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവര് ഗെയിം ഓൺ ആക്കി, ഇന്നലെ പൊളിച്ചടുക്കി. പിന്നെ അവർ 2 കണ്ടസ്റ്റന്റ്സ് ആണ്. അപ്പൊ അവർക്ക് മനസ്സിലായി വീക്കായി നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളത്. ഫയർ മോഡ് ഓൺ ആക്കി, ഫാൻസ് കയറിയിട്ടുണ്ട്, അവർക്ക് വോട്ടിങ്ങിൽ അവർ മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതിലെ നൂറേം പോവില്ല. അനുമോളെ പുറത്താക്കാനുള്ള ഗൂഢതന്ത്രങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? അതായത് ഇന്നത്തെ എപ്പിസോഡില് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. അനുമോള് അവിടെ എന്തായാലും അനുമോള് പെട്ടെന്ന് ട്രിഗർ ആവുന്നുണ്ട്. ജിസേലിന്റെ പ്രശ്നത്തില് അവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ട്രിഗർ ആവുന്ന ഒരാളാണെങ്കിൽ റെന ഫാത്തിമയെ അനുമോൾക്ക് കണ്ണിന് നേരെ കണ്ടുകൂടാ. അപ്പൊ എന്ത് ചെയ്യാം? ഇവര് ടീം, അടുത്ത കിച്ചൺ ടീം, ടോയ്ലറ്റ് ടീം ഒക്കെ ഇടുമല്ലോ. ആ ഇടുന്ന സമയത്ത് റെന ഫാത്തിമയുള്ള ടീമില് അനുമോളെ നിയമിക്കാം. എന്നിട്ട് റെന ഫാത്തിമയെ എന്ത് ചെയ്യാം? അതിന്റെ ലീഡർ ആക്കാം, അതിന്റെ ക്യാപ്റ്റൻ ആക്കാം. അപ്പൊ റെന ഇങ്ങനെ ചൊറിഞ്ഞോളൂ. റെനയ്ക്ക് ചൊറിയാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടല്ലോ. കണ്ടതിനും കാണാത്തതിനും കേട്ടതിനും കേൾക്കാത്തതിനും ഒക്കെ ചൊറിയുന്ന റെന ഫാത്തിമ അതിന്റെ ടീം ലീഡർ ആകുന്നു. അനുമോളെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കാം. അപ്പൊ അനുമോള് ട്രിഗറായി ഫിസിക്കൽ അസോൾട്ട് ചെയ്യും. അങ്ങനെ ഫിസിക്കലി പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അനുമോൾ പുറത്തു പോകും എന്നുള്ള രീതിയിൽ അവിടെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. അനുമോൾ ഇത് അറിഞ്ഞേ പറ്റുള്ളൂ. കാരണം അനുമോൾ ചിലപ്പോൾ അത് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ട്രിഗറിങ് ഓവർ ആയി കഴിഞ്ഞാൽ അനുമോൾ ചിലപ്പോൾ പിടിച്ചത് അല്ലേ ഒന്ന് അടിക്കുകയൊക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ
ലാലേട്ടൻ വരുമ്പോ ഇതൊന്ന് അനുമോളെ പറഞ്ഞ് മനസ്സിലാക്കിയ അനുമോൾക്ക് ആ രീതിയിൽ മുന്നോട്ട് പോവാം. അല്ലെങ്കിൽ അടുത്ത ആഴ്ച അനുമോൾക്ക് കൂടെ പുറത്തു പോകേണ്ടി വരും. അപ്പൊ ഇത് നല്ലൊരു ഗെയിം പ്ലാൻ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് വെടക്കാക്കി തിരക്കാക്കുക, അവളെ അങ്ങ് ഇല്ലാണ്ടാക്കിയിട്ട് നമുക്ക് സംഭവങ്ങളൊക്കെ നേടിയെടുക്കാം എന്നുള്ളത് പോലെ ആണ് പ്ലാൻ ചെയ്യുന്നത്. ഈ പ്ലാനിങ് നമുക്ക് ചീറ്റിക്കണമെങ്കിൽ ലാലേട്ടൻ എപ്പിസോഡിൽ ഇത് പറഞ്ഞേ പറ്റുള്ളൂ. അറിയില്ല അങ്ങനെ. പിന്നെ പുറത്തേക്ക് ഇന്നലെ സ്പീഡിൽ ഓടിപ്പോയ ആൾ അതേ സ്പീഡിൽ തിരിച്ചു വന്നു. ഞാൻ എവിടെയൊക്കെ ട്രോളൊക്കെ കണ്ടേ. അതായത് കലാമണി ദോസ്ത് സിനിമയിലെ തല്ലി അടിച്ച് ഓടിച്ചിട്ട് ചേച്ചിയെ എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നില്ലേ, ആ ഒരു സീൻ ഇട്ടിട്ട് ഒരു ട്രോള് കണ്ടു. ശരിക്കും അത് സംഭവിച്ചു. ആ നട്ടലുള്ള ആളാണെങ്കിൽ പുറത്തു ഓടാന്നൊക്കെ പറഞ്ഞപ്പോ ഓടിപ്പോയ ആള് നട്ടലും വളച്ച് തിരിച്ചു വന്നതുപോലെ തോന്നി. ഇത് ബിഗ് ബോസിന്റെ ഗെയിം തന്നെ ആയിരിക്കാം. ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടാവാം, ചിലപ്പോ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കളിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. എനിവേ പോയ ആള് തിരിച്ചു മടങ്ങി എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഗെയിം ഒക്കെ ഏത് രീതിയിലേക്ക് മാറുന്നൊന്നും അറിയില്ല. പ്രത്യേകിച്ച് ഗെയിം പ്ലാൻ ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല. നോക്കാം, അനുഭവപ്പെട്ടുള്ള പണിയാണോ, ആദ്യം അനുഭവപ്പെട്ടുള്ള പണിയാണോ, അതോ തന്റെ കൂടെ തന്നെ നിന്നവർക്കിട്ടുള്ള പണിയാണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എനിവേ എപ്പിസോഡ് നാളെ മുതൽ കാള